ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. BEO എക്സാമിന് വേണ്ടിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ നൽകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നോട്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. ആ നോട്ട്സുകൾ കിട്ടാത്തവർ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കേൾക്കാവുന്നത്. PSC എക്സാമുകൾക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യോത്തരങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു നോട്ട്സിലേക്ക് കടക്കാം. ആ നോട്ട്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണ് സൈഡിലൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഞാൻ ആ നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ തികച്ചും സൗജന്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏത്? കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം എറണാകുളമാണ്. എറണാകുളമാണ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല. 1990 ഫെബ്രുവരി 4-നാണ് എറണാകുളത്തെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിച്ചത്. 1990 ഫെബ്രുവരി 4-നാണ് എറണാകുളത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത ജില്ലയായി പ്രഖ്യാപിച്ചത്. 1989 ജൂൺ 25-നാണ് കോട്ടയത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിച്ചത്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമാണ് കോട്ടയം. 1989 ജൂൺ 25-നാണ് കോട്ടയത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിച്ചത്. 1991 ഏപ്രിൽ 18-ന് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. 1991 ഏപ്രിൽ 18-ന് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന മൗലികാവകാശങ്ങൾ എത്ര? ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിക്കുന്ന മൗലികാവകാശങ്ങൾ 6ആണ്. ഭരണഘടനയുടെ ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ. ഭരണഘടനയുടെ ഭാഗം 3-ൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകൾ. സ്വത്തവകാശത്തെ 1978-ൽ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റി. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മാറ്റിയത് സ്വത്തവകാശത്തെയാണ്. ഇതിൻ്റെ വർഷം ചോദിക്കാറുണ്ട്. 1978-ലാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് മാറ്റിയത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B. രാമകൃഷ്ണ റാവു ആയിരുന്നു ആദ്യത്തെ കേരള ഗവർണർ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്താണ്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്. സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാലടിയാണ്. എറണാകുളം ജില്ലയിലെ കാലടിയാണ് സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരുവനന്തപുരം. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴ കോട്ടയം. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം. കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന. കണിക്കൊന്നയാണ് ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ജലദോഷത്തിന് കാരണമായ സൂക്ഷ്മാണു ഏതാണ്? ജലദോഷത്തിന് കാരണമായ സൂക്ഷ്മാണു വൈറസാണ്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ജലദോഷം. നാസോഫാരഞ്ചിറ്റിസ് എന്നാണ് ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരഞ്ചിറ്റിസ്. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്.
ഇവിടെ തന്നെ മുംബൈക്ക് സമീപമായാണ് എലഫൻ്റ ഗുഹകളും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ തന്നെ മുംബൈക്ക് സമീപമായാണ് എലഫൻ്റ ഗുഹകളും സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധൻ്റെ വിവിധ ജന്മങ്ങളിലെ കഥകൾ വിവരിക്കുന്ന ജാതക കഥകൾ അജന്ത ഗുഹകളിലെ ഗുഹ ചിത്രങ്ങളിലാണ്. ബുദ്ധൻ്റെ വിവിധ ജന്മങ്ങളിലെ കഥകൾ വിവരിക്കുന്ന ജാതക കഥകൾ അജന്ത ഗുഹകളിലെ ഗുഹ ചിത്രങ്ങളാണ്. അടിമ വ്യാപാരം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ. അടിമ വ്യാപാരം അവസാനിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ 1861 മുതൽ 1865 വരെ ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. 1861 മുതൽ 1865 വരെ ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ടത് 1865 അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റായിരുന്നു എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ടത് 1865 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം 1969 ജൂലൈ 20 ജൂലൈ 20, 1969. നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത്. മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം പ്രശാന്തിയുടെ സമുദ്രം എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചു. 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചു. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ 1940 മാർച്ച് 19 പദ്ധതി ആരംഭിച്ചത്. 1940 മാർച്ച് 19 പദ്ധതി ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ പദ്ധതി. ഇടുക്കി ജില്ലയിലാണിത്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി. 1940 മാർച്ച് 19 പള്ളിവാസൽ പദ്ധതി ആരംഭിച്ചത്. ഇടുക്കി ജില്ലയിലാണ് പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരപ്പുഴയിൽ. കേരളത്തിലെ ആകെ നദികൾ 44 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. 41 എണ്ണം പടിഞ്ഞാറോട്ടും 3 എണ്ണം കിഴക്കോട്ടും ഒഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനമേത്? ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ 1853 ഏപ്രിൽ 16 ബോറി ബന്ദർ, താന എന്നീ സ്ഥലങ്ങൾക്കിടയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. 1853 ഏപ്രിൽ 16 ബോറി ബന്ദർ, താന എന്നീ സ്ഥലങ്ങൾക്കിടയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത്. 760 കിലോമീറ്റർ നീളമുള്ള കൊങ്കൺ റെയിൽവേ ഉദ്ഘാടനം ചെയ്തത് 1998 ജനുവരി 26. കൊങ്കൺ റെയിൽവേയുടെ നീളം എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 760 കിലോമീറ്ററാണ് കൊങ്കൺ റെയിൽവേയുടെ നീളം. 1998 ജനുവരി 26 ഇത് ഉദ്ഘാടനം ചെയ്തത്. ആസ്ഥാനം ബേലാപ്പൂർ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ. റോഹ മുതൽ മംഗലാപുരം വരെയാണ് കൊങ്കൺ റെയിൽവേ. സന്തോഷ് ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഫുട്ബോൾ. ഫുട്ബോളുമായാണ് സന്തോഷ് ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത്. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി. ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പാണ് സന്തോഷ് ട്രോഫി. കേരളം 5 തവണ ജേതാക്കളായി. 1973, 1992, 1993, 2001, 2004 വർഷങ്ങളിൽ കേരളം ജേതാക്കളായി. ഏറ്റവും കൂടുതൽ തവണ ജേതാക്കളായത് പശ്ചിമ ബംഗാളാണ്. ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി നേടിയത് പശ്ചിമ ബംഗാളാണ്. 2013 ജേതാക്കൾ സർവീസസ് ആണ്. 2013 ജേതാക്കൾ സർവീസസ്. രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗാന്ധിജിയാണ്. രാജ്ഘട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഗാന്ധിജിയാണ്. ശാന്തിവനം ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ശാന്തിവനം ജവഹർലാൽ നെഹ്റു. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി. വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി.
ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധി, ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധി. വീർഭൂമി രാജീവ് ഗാന്ധി, വീർഭൂമി രാജീവ് ഗാന്ധി. സമതാസ്ഥൽ ജഗജീവൻ റാം, സമതാസ്ഥൽ ജഗജീവൻ റാം. കിസാൻഘട്ട് ചരൺ സിംഗ്, കിസാൻഘട്ട് ചരൺ സിംഗ്. ഏകതാസ്ഥൽ സെയിൽ സിംഗ്, ഏകതാസ്ഥൽ സെയിൽ സിംഗ്. അന്ത്യവിശ്രമ സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. ഗാന്ധിജിയുടേത് രാജ്ഘട്ട്, ശാന്തിവനം ജവഹർലാൽ നെഹ്റു, വിജയ്ഘട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി, ശക്തിസ്ഥൽ ഇന്ദിരാഗാന്ധി, വീർഭൂമി രാജീവ് ഗാന്ധി, സമതാസ്ഥൽ ജഗജീവൻ റാം, കിസാൻഘട്ട് ചരൺ സിംഗ്, ഏകതാസ്ഥൽ സെയിൽ സിംഗ്. ഫ്രണ്ട്സ്, ഏവർക്കും ഇന്നത്തെ ഈ നോട്ട്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട PSC എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. VEO എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നോട്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ നോട്ട്സ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും PSC എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നോട്ട്സുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.